ഹേ ഗാങ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് പേപ്പർ വർക്കുകളാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയാലും എല്ലാവരും സ്റ്റാറും അതുപോലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും സ്റ്റാറുകൾ വാങ്ങി തൂക്കുന്ന തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർ തൂക്കിയാലോ നമുക്ക്? അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനെ ഔദ്യോഗികമായിട്ട് ഇതിനെ സ്നോ ഫ്ലേക്സ് എന്നൊക്കെ ആട്ടോ വിളിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനെ പേപ്പർ സ്റ്റാർ എന്ന് തന്നെ വിളിക്കാവേ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 12 ബ്ലൂ കളർ പേപ്പറും അതുപോലെ തന്നെ 12 വൈറ്റ് കളർ A4 സൈസ് ഷീറ്റുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. രണ്ട് സൈഡും കൂടി ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാമേ. അങ്ങനെ എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു 3-4 എണ്ണം ഒക്കെ ആയിട്ട് ഒന്നുകൂടി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് മടക്കിയ ഷീറ്റിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അത് 3-4 എണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഡിസൈൻ കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൽ വരച്ചു കൊടുക്കാമേ. ഞാനിപ്പോൾ ഇതിലൊരു യു പോലെയൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡ്രോയിങ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അന്ന് നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസിനെ വീണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ പശ ഉള്ളിൽ മടക്കിലേക്കുകളെ ഒട്ടിപ്പിടിക്കാതെ നോക്കണം കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് പശ വേഗം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടിക്കുന്നതിൻ്റെ ലാസ്റ്റ് പേപ്പറിൽ വരുമ്പോൾ നമുക്കൊരു ത്രെഡും കൂടി വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടി വെക്കാമേ. ആ ടൈമിൽ ഞാനൊരു ചെറിയ സ്റ്റാറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ജോയിൻ ചെയ്ത് വരുന്നതിൻ്റെ നടുവിൽ ചെറിയൊരു ഹോള് പോലെ വരും. അപ്പോൾ അവിടെ അതൊന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാറും കൂടി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് യെല്ലോ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ആ യെല്ലോ പേപ്പർ 4ആയിട്ട് മുറിച്ചതിന് ശേഷം അതും ഇതുപോലെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു സ്റ്റാറായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പം കടകളിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റാറുകൾ പല തരത്തിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാനോർത്ത് നമുക്കൊന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ, അവരെയും ഇത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും ഫൈനൽ റിസൾട്ട് ഒന്ന് കാണാനുള്ളൊരു ആവേശത്തിൽ ഞാനതൊന്ന് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അതൊരു വിടർത്തി നോക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്ഷമയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഉണങ്ങുന്നത് വരെ. അതിന് ശേഷം അതൊന്ന് ഊർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഓപ്പണായി വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താവും എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയിൽ ആയിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നമുക്കിത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങി പിടിക്കാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇത് വിട്ടു പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ. ഹാപ്പി ക്രിസ്മസ്.